പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് പരിപാടി എന്ന് വെച്ചാല് ഈ 90s 2K കിഡ്സും കുറച്ച് മറന്നിരിക്കുന്ന ഒരു പട്ടം ഉണ്ടല്ലോ, പട്ടം എന്ന് പറയല്ലോ, നമ്മള് വനത്തിൽ പറക്കും, കൈറ്റ്. ആ സാധനമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിനു മുമ്പേ എന്റെ സ്ക്വാഡിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം എല്ലാരും പുതിയ മെമ്പറിനെ വെച്ച് തുടങ്ങാം. ചോറ് കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കണം. അതായിട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എന്റെ ഡെഡ്ലി സ്കൂളിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. തുടക്കം തന്നെ നമ്മളെ പുതിയ മെമ്പറിനെ വെച്ച് തുടങ്ങാം. പേര് പറയും. I am Zulfan, Ashblocks team. Fayaz, Ashblocks team. Afsar Morris. Farhan, Ashblocks team. Shifan, Ashblocks team. Jax, Ashblocks team. അപ്പം എല്ലാരും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ കാണാൻ പോണത് പട്ടം ഉണ്ടാക്കാൻ ഇനി ഏതൊക്കെ മെറ്റീരിയൽ ആണ് വേണ്ടത് അത് നമ്മൾ പേപ്പർ, മരത്തിന് പിച്ചട്ട, ഈക്കേലി, പട്ടം ഉണ്ടാക്കാൻ ചോറ്, നൂല്, സാധാരണയായിട്ട് നമ്മള് കളർ പേപ്പറിലാണ് ചെയ്യണത്. പക്ഷെ അതിന് കളർ പേപ്പറിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ ചെയ്യാം. പക്ഷെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഇങ്ങനെ എന്തിന് ഇവിടെ വിജയുടെ ഫോട്ടോ ആയിരുന്ന നന്നായിട്ട് പറക്കും, സൂര്യയുടെ ഫോട്ടോ ആയിരുന്ന പട്ടം താന്ന് പോകും, കർണ അടിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ. അങ്ങനെ ഒന്നുമല്ല, ചെയ്യാം. ഈ പേപ്പറിനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കണം. ഈ പേപ്പറിനെ ആദ്യം ഇങ്ങനെ മടക്കിയിട്ട് എല്ലാരും ശ്രദ്ധിച്ച് കണ്ടോ, ഇതൊക്കെ പക്ക എന്റർടൈൻമെന്റ് ആയ കാര്യങ്ങളാണ്, വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പൈസ കൊടുത്ത് വെറുതെ ബീച്ചിൽ പോയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഹോം മെയ്ഡ് ചെയ്യാം. ഹോം മെയ്ഡ് റെസിപ്പിയാണിത്. ഓക്കെ, ഇങ്ങനെ മടക്കിയതിന് ശേഷം കറക്റ്റിൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ പട്ടം ചിരിക്കണം എന്തിനാ, പട്ടം കറങ്ങിയത്, അല്ലെങ്കിൽ പട്ടം ഉണ്ടാക്കുമ്പോ പട്ടം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മളെ ഈ ഫയാസിനെ പോലെ വീട്ടിൽ പറയുന്ന ചെല്ലുവിളി ഇല്ലാത്ത പയ്യന്മാരായി പോയി ഈ പട്ടങ്ങളൊക്കെ. ഫയാസ്, റജാക്സ്. എന്നടാ മൂഞ്ചിയത്, ഇതെല്ലാം വ്യാപാരമാവാത്. ഫയാസിനെ കണ്ടല്ലോ, ചെല്ലുവിളി ഇല്ലാത്ത പയ്യനാണ്. ഇങ്ങനെ ചരിച്ച് മടക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ, ഇങ്ങനെ ആക്കണം, പുള്ളി ഇങ്ങനെ ആക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മള് കീറണം. അതങ്ങനെയാണ് പറഞ്ഞുതരാം. നൂല് ഇതിന്റെ അകത്ത് ഇട്ടിട്ട് സുലിഫാൻ പിടിച്ചോ, കാണാ. കത്തിരിങ്ങാട്ടിൽ ഈസിയാണ് കേട്ടോ ഇത്, നമുക്ക് നൂല് കൊണ്ട് ഇതാക്കണത്. എന്നിട്ട് ഇതിനെ മാറ്റണം, ഇത് ഒട്ടിക്കാനായിട്ടാണ്. അത് കൈ വെച്ചു പേപ്പർ ഈ രീതി കിട്ടണം. അല്ലേ കണ്ടോ, ഈ രീതി കിട്ടണം പേപ്പർ സ്ക്വയർ ഷേപ്പ്. ചെത്തിയ 2 ഈക്കിലി കിട്ടിയിട്ടുണ്ട്. ചെത്തിയ 2 ഈക്കിലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല ഈക്കിലി ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പട്ടം പയാസിനെ പോലെ ചെല്ലുകളി ഇല്ലാതെ എങ്ങോട്ടെങ്ങോട്ടെല്ലൊക്കെ ഓടും. ഈക്കിലി ആകുമ്പോ ഈ എൻഡിന്ന് ഈ എൻഡ് വരെ കറക്റ്റ് ലെന്തിനെടുക്കണം കേട്ടോ. കറക്റ്റ് ലെന്തിനെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഉടയണം. ഉടച്ച് വെയിറ്റ് ചെയ്യും. ഉടച്ചിട്ട് ന്യൂ മെമ്പർ വരുന്നുണ്ട്. ന്യൂ മെമ്പർ വരുന്നുണ്ട്. അർഷാദ് വേണ്ട, അർഷാദിനെ ടീമിൽ എടുക്കൂല, അവൻ ലാഗ്. അർഷാദ് ഒരേ ലാഗാണ്, അതുകൊണ്ട് അവൻ ടീമിൽ വേണ്ട കേട്ടോ. നമ്മളിതാ ഇവിടെ തൊട്ട് ചെറുതായി പോയില്ല ബ്രോ, ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ. അതേപോലെ സെയിം ആയിട്ട് 1 ഈക്കിലി കൂടെ എടുക്കണം. എന്താ 2 ഈക്കിലി സെയിം ആയിട്ട് അതിനെ പോലെ എടുത്തിട്ട് സെയിം അളവിനെടുത്തിട്ട് സെയിം ആയിട്ട് ഉടയ്ക്കണം. பெர்ஃபெக்ட் அக்ஷரம் அப்சரம். நீங்க நினைக்கலாம் ஏதோ கோமாளி மாதிரி ஏதோ நோ பண்ணிட்டு இருக்கானப்பா அப்படின்னு, ஜோக்கர் மாதிரி அப்படின்னு. உண்மையிலே ஜோக்கர் தான். അപ്രോക്സിമേറ്റ്ലി രണ്ടും ഒന്നുപോലെ ഇരിക്കണം. ഓക്കെ, ശരി. അടുത്ത് ഈ ചെറിയ ഭാഗവും വലിയ ഭാഗവും ജോയിന്റ് ചെയ്യണം. അതേപോലെ ഈ ഓപ്പോസിറ്റ് அவனோட சொல்லி நிறுத்துங்களேன்டா, அவன் நிறுத்துற அந்த லூசுக்கு மட்டும் வந்துட்டே இருக்கான் போறா. ചെറിയ ഭാഗവും വലിയ ഭാഗവും ചേർക്കണം. എന്നാലേ അത്
ഒന്ന് ഉറച്ചു നിൽക്കും, നൂല് ചുറ്റും പോകും. ഇത് കറക്റ്റ് രീതിക്ക് ഒന്ന് ചുറ്റി എടുക്കണം കേട്ടാ, ചുറ്റി അടുത്തൊന്ന് നിങ്ങൾക്ക് കാണാം, അടുത്തൊന്ന് കാണിച്ചു കൊടുക്കുന്നു. വാല് കെട്ടേണ്ടത് എടാ നൂല് ഗ്യാപ്പ്, ഇത്രയും ഗ്യാപ്പൊക്കെ മതി കേട്ടോ, ഗ്യാപ്പ് വിട്ട് ചുറ്റണം കേട്ടോ. കണ്ടല്ലോ, നല്ല വൈബസി ആയിട്ട് ചുറ്റണം. ഇനി വലിയ ഇതില്ല, ഇനി അമ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനും അടുത്ത് 2 ഈക്കിൽ എടുക്കണം. ഇതാണ് ഇതിന്റെ മെയിൻ കേട്ടാ. തൂണെന്ന് പറയുന്നത് ഇതാണ് കേട്ടാ. അല്ല വളഞ്ഞ് ഒടിഞ്ഞ് ഇതൊക്കെ നമ്മൾ വളച്ചെടുക്കുമ്പോ പേടിക്കും, ഈക്കിൽ ഓടയോടാണ്. പക്ഷെ ഞാൻ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഞാൻ ചെയ്യും. ഓക്കെ. ഒരു അമ്പ് വളയ്ക്കാൻ നമ്മള് ഇവിടെ എന്താ ഇങ്ങനെ ഈ റേഞ്ചിൽ അമ്പിനെ എടുക്കണം. അമ്പ് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സെയിം റേഞ്ചിൽ എടുത്തിട്ട് അതേ സെയിം തന്നെ മെത്തേഡ് തന്നെ വലുത് ചെറുതിലും ചെറുത് വലുതിലുമായിട്ട് ഫിക്സ് ചെയ്യണം. ഒരെട് ചൂപ്പ് അതവന്മാര് അതില് ചുറ്റിക്കൊണ്ടിരിക്കണ കുപ്പിയില് വേറെ നൂല് യൂസ് ചെയ്യാം. അമ്പ് വളയ്ക്കാന്നൊക്കെ പറയുമ്പോഴേ ഒരു പെണ്ണിനെ വളയ്ക്കുന്നതിനെക്കാട്ടിലും പാടാണ് ഈ അമ്പ് വളയ്ക്കുന്നത്. അത് മനസ്സിലായോ? ഒരു പെണ്ണിനെ വളയ്ക്കുന്നതിനെക്കാട്ടിലും പാടാണ് ഈ അമ്പിനെ വളയ്ക്കുന്നത്. ഫറാൻ അവിടെ ഇരുന്ന് വളയ്ക്കുന്നുണ്ട്, അത് അവിടെ ഇരുന്ന് നന്നായിട്ട് വളയ്ക്കുന്നുണ്ട്. നമ്മള് രണ്ടുപേരും ചപ്പാത്തി കഴിക്കാനല്ലേ പോയത്? അവനിക്ക് നടക്കൂലെന്ന് നമുക്കും അറിയാം, അവനിക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് അമ്പിനെ വളയ്ക്കാം. അമ്പിനെ വളയ്ക്കാന്ന് പറയുമ്പോ അതൊരു കിട്ടുക്ക് മെത്തേഡാണ്. ആളിതെങ്ങനെ പിടിച്ചിട്ട് ഇതാ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കണം. നിങ്ങൾ ശരിക്കും ഒടയൊന്നും ചെയ്യില്ല, നമ്മൾ അഭ്യാസങ്ങളെ കാണിച്ച് ഉടക്കി. അയ്യോ മാറി. ഈ അമ്പെന്ന് പറഞ്ഞാല് അമ്പ് റെഡിയായില്ലെങ്കിൽ ഇരുത്തി പിടിച്ചോ, കൈ എടുക്കാൻ. അതാ ഈ ഭാഗം ആ ഭാഗത്തിൽ നിന്ന് എടുത്ത് ഈ ഭാഗത്തില് ചുറ്റണം. മനസ്സിലായോ കേട്ടോ? ആ ഭാഗത്തിൽ നിന്ന് ഈ ഭാഗത്തിൽ നിന്ന് എടുക്കുമ്പോ അമ്പ്, അയ്യോ പറഞ്ഞു, നമ്മുടെ അമ്പ് റെഡി ആയിട്ടുണ്ടല്ലോ. ഇങ്ങനെ വന്ന അമ്പ് നൂല് കെട്ടിയിരിക്കുന്നു, അടുത്ത് വെച്ച് കണ്ടാ കാണാം, നൂലിനെ കണ്ട. പിന്നെ നമുക്കിതിനെ ഒട്ടിക്കണം കേട്ടോ. ഇത് ഉറച്ച് നിക്കണ്ടേ, അതിന് വേണ്ടി ഒട്ടിക്കണം. ഓരോ ഷേപ്പിലായിട്ട് പേപ്പർ കീറിയിട്ടുണ്ട്. പശയായിട്ട് പണ്ടത്തെ ടെക്നിക്കാണ് ഇത് കേട്ടോ. ഈ ഇതിനെ എടുത്തിട്ട് ഇവിടെ തേക്കണം. ചോറ് ലൈറ്റായിട്ട് കട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് തുറന്ന് കുറെ നേരം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫറാൻ കുറച്ചൊക്കെ എടുത്ത് തിന്ന് വയറുവശൊക്കെ ഒന്ന് പാവാലേ, അപ്പൊ എടുത്ത് തിന്നിട്ട് ഇങ്ങനെ തേച്ച് പിടിച്ചിട്ടേ പച്ചേ ഇങ്ങനെ എടുക്കാം. ബാക്ക് ആദ്യം ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിനെ, അയ്യോ ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തരുത്, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കും വരരുത്. കാരണം ചിരിക്കാൻ എന്തിനുണ്ട്, അല്ല അടിച്ചു കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മുടെ ഷേപ്പുകൾ തമ്മിൽ യോജിക്കണം. ഒട്ടിക്കുന്ന രീതിയൊക്കെ ഒട്ടിക്കാനൊക്കെ ഇത് നമ്മള് ഇത് കളർ പേപ്പറിൽ മെയിൻ ആയിട്ട് ഉണ്ടാക്കാത്ത കാരണം ഇതാണ്. ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുമ്പോഴേ കളർ പേപ്പർ കീറി വരും. ഇതാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പേടിക്കാതെ എത്ര ഹാർഡായിട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ അടിക്കാം, കിഴിക്കാം, മുരിക്കാം. അവൻ நிறுத்துற அந்த லூசுக்கு மட்டும் வந்துட்டே இருக்கான் வர்ற நிறுத்துற அவனை. അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മുടെ പട്ട റെഡി ആയിട്ടുണ്ട്. കുറെ ക്ലിപ്പൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോ നമുക്ക് സമയമില്ല, നമുക്ക് ഒരു സ്ഥലം വരെ പോകണം, കളിക്കാൻ പോകണം. അപ്പൊ പട്ട നിങ്ങൾ കാണുന്നത് ഒട്ടിച്ച രീതി ഉണ്ടോ? എന്റെ രീതി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്. ഇവിടെ വന്ന് 2 ചെവി, പട്ടത്തിന് 2 ചെവി, 2 കാല്, കൈയൊന്നും കൊടുക്കൂല. കാല് ഇത്ര നീളമാണ് മതി. അപ്പൊ നമ്മളെ പട്ട റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ബാക്കിൽ കങ്കൂസ് കെട്ടി പറത്തി നോക്കാം. ഓക്കെ, കങ്കൂസ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓട്ടോ ഇട്ട് ഇതാ ഇവിടെ ലോക്കാവും. അത് കങ്കൂസ് കെട്ടിയിട്ട് അതേപോലെ ഇവിടെയും കെട്ടിയിട്ട്
നമ്മള് പിന്നെ ഇതാണ് കുറച്ചുകൂടെ മീൻ ടിപ്പിക്കലായിട്ടുള്ള മീൻ പരിപാടിയാണ്. കങ്കുസേട്ടൻ എന്ന് പറയുമ്പോ ഈ പേപ്പറിന്റെ എൻഡ് കറക്റ്റ് ആയിരുന്നിട്ട് ഇതിൽ നിന്നും ഇത് ചെറുതായിരിക്കണം. ആ രീതിക്കാണ് നമ്മൾ കെട്ടേണ്ടത്. അപ്പം ഇപ്പൊ ഇത് കറക്റ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പിടിച്ച് കെട്ടാം. കുറച്ച് വാങ്ങുന്നുണ്ട്. ഇനി നമുക്ക് പറത്തി നോക്കാം പട്ടത്തിന് പറക്കുന്നുണ്ടോന്ന്. നമുക്ക് ലെക്കുണ്ടെങ്കിൽ പറക്കും. ഞാൻ ഇതുവരെ പറത്തിയിട്ടുണ്ട്, പക്ഷെ ഇത് പറയാം വർഷത്തിന് ശേഷം ട്രൈ ചെയ്യണോണ്ട് നമുക്ക് നോക്കാം പറത്തി. പട്ട അടക്കം ഒരു നേക്കുണ്ട് കണ്ടോ, ഇങ്ങനെ ഒരാൾ പിടിക്കണം. ഈസിയാണ് പട്ട എങ്ങോട്ടുണ്ടോ പറക്കണത്? അങ്ങോട്ട് അതങ്ങോട്ടോ. நான் எப்போ வருவேன் எப்படி வருவேன்னு யாருக்கும் தெரியாது. ஆனா வர வேண்டிய நேரத்துல கரெக்டா வருவேன். കാറ്റ് നമുക്കിപ്പോ അനുകൂലമല്ല, അതുകൊണ്ട് നമുക്ക് കാറ്റ് പറഞ്ഞ കാര്യം നിൽക്കാം. കയറ് പിടുത്തമായി ആശിക്കലി കാണികളുമായിട്ട് ഇത്രയും പേരുണ്ട്. പട്ട പറക്കുമോ പറക്കുകയില്ലെന്ന് അറിഞ്ഞൂടാ. സക്സസ്ഫുള്ളി പറക്കുന്നാൽ എന്റെ വക ഇറാനിയിൽ കുഴിമന്തി ഉണ്ടായിരിക്കുന്നതാണ്. കാറ്റ് പക്ഷെ നമുക്ക് അനുകൂലമല്ല. അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ അറബി പെങ്കൊടിയായകിൻ പൂമ്പൊടി. പക്ഷെ ഞാൻ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഞാൻ ചെയ്യും. ஐயோ சாமி வேற டேய் கூட்டு போங்கடா, கோவத்துல போட்டுற போறேன். വട്ട നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. തേച്ചിട്ടോ മാറാ, തേച്ചിട്ടോ. നോ 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 നോ. അപ്പൊ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പം പട്ടം പറഞ്ഞതെല്ലാം കണ്ടല്ലോ, ഇതേപോലെയാണ് ഉണ്ടാക്കണമെന്ന്. ഞാൻ എന്റെ രീതിയാണ് പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് വേറെ രീതി കാണും. എല്ലാവരും ഓരോ രീതിയിലൊക്കെ ചെയ്ത് പറപ്പിച്ച് ഹാപ്പിയായി ടൈം എന്റർടൈൻമെന്റ് ചെയ്യുമോ, ഫ്രണ്ട്സിനോടൊക്കെ ജോലി ആയിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ അടുത്ത് പറയുക സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ബൈ, ലവ് യു ആൾ.